സയൻസ് സെന്റർ നിയർ പോസ്റ്റ് ഓഫീസ്, എടോടി, വടകര. ജീവിതത്തിലെ ഒരുപാട് പ്രയാസങ്ങൾക്കിടയിലും മറ്റുള്ളവരുടെ കാര്യത്തിനായി സമയം കണ്ടെത്തുന്നവരുടെ ഇടയിലെ വെളിച്ചമാണ് കൃപ ചാരിറ്റബിൾ ട്രസ്റ്റ് പോലുള്ള സംഘടനകളെന്ന് MP ഷാഫി പറമ്പിൽ പറഞ്ഞു. മണിയൂർ തെരുവിൽ മണിയൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രൂപീകൃതമായ കൃപ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മനുഷ്യർ ഈ ഒരു നല്ല കാര്യത്തിന് വേണ്ടി ചെറുതും വലുതുമായിട്ടുള്ള ഒരു സംഭാവന അവരുടേതായി കൃപക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളത് ആ ഗ്രൂപ്പിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുക. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ എടുത്ത് നോക്കും, ഇപ്പം എത്ര ആളായി, ഇപ്പം എന്തൊക്കെ വന്നു. ഞാൻ ഇവരോട് ആരോടും ഇതുവരെ പറഞ്ഞിട്ടില്ല. അതിൽ ആളുകൾ പിന്നെ ഓരോ കാര്യങ്ങൾ സ്പോൺസർ ചെയ്യുന്നത്, എയർബെഡ് സ്പോൺസർ ചെയ്യുന്നത്, പിന്നെ വീൽ ചെയർ സ്പോൺസർ ചെയ്യുന്നത്, പിന്നെ വാട്ടർ ബെഡ്, ഞങ്ങളെയൊക്കെ പേര് ഞാൻ അതിനകത്ത് കണ്ടു. ചുമതലക്കാർ, കുറേ ആളുകളെ എനിക്ക് പരിചയമുള്ളതും അല്ലാത്തതുമായിട്ടുള്ള കുറേ ആളുകൾ. ഇപ്പോൾ വലിയ തുകയുടെ ഒന്നല്ല, ഓരോരുത്തരും അവരവരുടെ ശേഷിക്കനുസരിച്ച് എന്തെങ്കിലും ഒരു കാര്യം. എനിക്കും ഇപ്പോൾ വലിയ തുക ഒരുപാട് കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്താനാണ്. പക്ഷെ എൻ്റെ മനസ്സിൻ്റെ ഒരു ഇഷ്ടം കൊണ്ട് ഇതിൽ 151ാമത്തെ ഒരാൾ ഞാനുമായി ചേരാൻ തീരുമാനിച്ചിരിക്കുകയാണ് എന്നുള്ളത് ഞാൻ പറയാൻ ആഗ്രഹിക്കുക. അത് തുകയുടെ വലുപ്പമല്ല, പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ ഞാനും ഉണ്ട് എന്ന് പറയുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു സംതൃപ്തിക്ക് വേണ്ടി ഞാനും എൻ്റെ കൂടെ കൂടാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഒരു ഫ്രീസറിൻ്റെ കാര്യത്തിൽ പിന്നെ 1 ലക്ഷം രൂപ തന്നൊരാളെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ പേര് പറയണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അവർ ഈ ഒരു കാര്യത്തിന് വേണ്ടി നീക്കി വെക്കാൻ തീരുമാനിച്ചിരിക്കുന്നതൊക്കെ പറഞ്ഞു. ഞാൻ ഇപ്പോൾ ഇതിന് മുമ്പ് മണിയൂർ പഞ്ചായത്തിലെ വേറൊരു നല്ല ചടങ്ങിൽ പങ്കെടുത്തിട്ടാണ് വരുന്നത്. അഭിരാമം എന്ന പേരിൽ അഭിരാമിക്ക് നാട് ഒരുമിച്ച്, ഡോക്ടറെ കക്ഷി രാഷ്ട്രീയ ചിന്തകൾക്കെല്ലാം അതീതമായി നാട് ഒരുമിച്ച് ചേർന്നിട്ട് അവർ ഏറ്റെടുത്ത് വെച്ചു കൊടുക്കുന്നൊരു വീടിൻ്റെ താക്കോൽദാനത്തിൽ പങ്കെടുത്തിട്ടാണ് ഞാനിവിടെ വരുന്നത്. അനേകം നല്ല മനുഷ്യരുടെ ഇടയിൽ, അനേകം നല്ല കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യമുള്ളവരുടെ ഇടയിൽ ഒരുപാട് പ്രയാസങ്ങൾ അവനവൻ്റേതായിട്ടുള്ളപ്പോഴും മറ്റുള്ളവൻ്റെ പ്രയാസങ്ങൾക്ക് എന്നെക്കൊണ്ടാവുന്നൊരു കാര്യം ചെയ്യാമെന്ന് തീരുമാനിക്കുന്നവരുടെ ഇടയിലെ വെളിച്ചമാണ് കൃപ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അത് കൃപയുടെ കൃപ തീർച്ചയായിട്ടും ഈ നാടിൻ്റെ നന്മകളിൽ പ്രധാനപ്പെട്ട അടയാളപ്പെടുത്തലുകളിൽ ഒന്നാണ്. അതങ്ങനെ തന്നെ തുടരേണ്ടതുണ്ട്. ഇതിൻ്റെ ആരംഭമാണിത്. ഈ തുടങ്ങി വെക്കുന്ന ഈ സൽക്കർമ്മം അതിന് തുടർച്ചയുണ്ടാവണം. അത് വർഷങ്ങളും പതിറ്റാണ്ടുകളും നൂറ്റാണ്ടുകളും അതിജീവിച്ച് ഈ നാടിൻ്റെ സുഖദുഃഖങ്ങളിൽ പരസ്പരം കണ്ണീരൊപ്പാനും ചിരിക്കാനും സഹായിക്കാനും ചേർന്ന് നിൽക്കാനും ഒക്കെ കഴിയാവുന്ന ഒരു മഹാപ്രസ്ഥാനമായിട്ട് വളരാനുള്ള മനസ്സാണ്. സെക്രട്ടറി AK അബ്ദുൽ സലാം സ്വാഗതം പറഞ്ഞു. PM പ്രേംകുമാർ അധ്യക്ഷത വഹിച്ചു. പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കാൻ ഞാൻ ഇടയായത് എങ്കിലും വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ മണിയൂർ പഞ്ചായത്തിലെ, മണിയൂർ മണ്ഡലത്തിലെ, അതുപോലെ പുറത്തുള്ള ഒരുപാട് ആളുകളുടെ നിസ്സീമമായ സഹകരണങ്ങളും സംഭാവനകളും കൊണ്ടാണ് കുറേ കാലങ്ങൾക്ക് ശേഷം പോലും കൈവരിക്കാൻ സാധിക്കാത്ത ഫ്രീസർ വരെ ഇത്ര പെട്ടെന്ന് കൈവരിക്കാൻ നമ്മുടെ കൃപ ചാരിറ്റബിൾ സൊസൈറ്റി മണിയൂരിന് സാധിച്ചിട്ടുള്ളത്. മണിയൂർ കൃപ ചാരിറ്റബിൾ സൊസൈറ്റിയെക്കുറിച്ച് പറയുമ്പോൾ ഒരുപാട് ലക്ഷ്യങ്ങൾ, അതൊന്നും ഞാനിവിടെ എടുത്തു പറയുന്നില്ല, ഒരുപാട് ലക്ഷ്യങ്ങൾ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ഇത്തരമൊരു സൊസൈറ്റിക്ക് നമ്മൾ രൂപം കൊടുത്തിട്ടുള്ളത്. ആദ്യമായി 13 അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലൂടെ രൂപം കൊണ്ട കൃപ ചാരിറ്റബിൾ സൊസൈറ്റി ഇന്ന് മണിയൂർ പഞ്ചായത്തിലെ, മണിയൂർ മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിൽ പടർന്ന് പന്തലിച്ചു നിൽക്കുകയാണ്. ചാലിൽ അഷ്റഫ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. മുൻ MLA പാറക്കൽ അബ്ദുള്ള മുഖ്യാതിഥിയായി. VP ദുൽകിഫർ, ഡോക്ടർ ജിതേഷ് ബാലൻ, CM വിജയൻ, KP അഹമ്മദ്, റഷീദ് പാലക്കണ്ടി, സുനിൽ മുതുവര എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. KT ജെയിംസ്, അച്യുതൻ പുതിയടത്ത്, ബാബു ഒഞ്ചിയം, PC ഷീബ, CP വിശ്വനാഥൻ, കൊളായി രാമചന്ദ്രൻ, MK ഹമീദ്, KP മനോജൻ, PM കണ്ണൻ, VT ലെനിൻ, OP പ്രമേള, മൂഴിക്കൽ ശ്രീധരൻ, MC നാരായണൻ, PM കണാരൻ, മൂഴിക്കൽ ചന്ദ്രൻ, കോമുള്ളതിൽ കുഞ്ഞിമൊയ്തീൻ, VV കേളപ്പൻ എന്നിവർ സംസാരിച്ചു. ജീവിതത്തിൽ പരാശ്രയമില്ലാതെ ബുദ്ധിമുട്ടുന്നവർക്കും അപകടങ്ങളും രോഗങ്ങളും കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്കും കൈത്താങ്ങാവുക എന്നതാണ് കൃപ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ലക്ഷ്യം. വീൽചെയർ, ബെഡുകൾ, വാക്കറുകൾ ഉൾപ്പെടെ എല്ലാ സംവിധാനങ്ങളും കൃപയിൽ ഒരുക്കിയിട്ടുണ്ട്.